നമസ്കാരം. ഇപ്പോൾ നമ്മളുടെ കോടതിയുടെ വിധി വന്നിരിക്കുകയാണ്. ദിലീപിൻ്റെ ഒരു കുറ്റാരോപണം, അത് ദിലീപ് കുറ്റത്തിൽ നിന്ന് വിമുക്തനായിരിക്കുകയാണ്, പ്രതിയല്ല എന്ന് കണ്ട് കോടതി വിട്ടയച്ചിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല രീതിയിലാണ് ഈ ഒരു വിധിനെ കാണുന്നത്. ചിലർ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, ചിലരതിനെ എതിർത്തുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ ഇന്ത്യൻ ജുഡീഷ്യറി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തെളിവുകളുടെയും മറ്റ് ഇതുകളുടെയും അടിസ്ഥാനത്തിലാണ് കോടതിയാണ് തീരുമാനിക്കേണ്ടത് ഒരാൾ പ്രതിയാണോ അല്ലയോ എന്നുള്ളത്. ഇവിടെ കോടതി പ്രതിയല്ല എന്ന് തീരുമാനിച്ച് വിധി പറഞ്ഞിട്ടുണ്ട്. എന്നാലും പലരും ഈ പറയുന്ന പോലെ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പേടിക്കേണ്ടുള്ളൂ. തെറ്റ് ചെയ്താൽ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സത്യം ഏവ ജയതേ, സത്യം എവിടെയാണെങ്കിലും ജയിക്കും, അത് എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും ജയിക്കും. ഇപ്പോൾ ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി വിധി വന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിന് മുകളിൽ കോടതികളുണ്ട്, അതിലേക്കൊക്കെ അപ്പീൽ പോയാലും ഈ പറയുന്ന ഫൈനൽ വിധി എന്തായാലും ഈ പറയുന്ന ഇതിനപ്പുറത്തേക്ക് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എന്തായാലും ദിലീപിൻ്റെ ഇത്രയും വർഷത്തെ കരിയർ വളരെയധികം നഷ്ടപ്പെട്ടു പോയി. കരിയറിൽ തന്നെ നല്ലൊരു ബ്രേക്ക് പോലെ, എന്താ പറയുക, വളരെ ഒരു ആഘാതം പോലെ സംഭവിച്ചതാണ് ഈ ഒരു കേസ് വന്നതോടുകൂടിയിട്ട്. അങ്ങനെ ഒരു എന്താ പറയുക, 8 വർഷത്തോളം വളരെ മെൻ്റൽ ടോർച്ചർ അനുഭവിക്കുകയും കരിയർ വൈസ് ആണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം ദിലീപിന് ഒരു മുക്തി ലഭിച്ചിരിക്കുകയാണ്. എന്തായാലും വളരെ സന്തോഷം.